അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹശർ 59-ാമത്തെ അധ്യായത്തിലെ 10-ാമത്തെ ആയത്തിൽ നമ്മൾക്കൊരു നല്ല ഭംഗിയായ ഒരു പ്രാർത്ഥന ദുആ പഠിപ്പിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം والذين جاءوا من بعدهم يقولون ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. അവരുടെ ശേഷം വന്നവർക്കും അവർ പറയും, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും സത്യവിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷം ഉണ്ടാക്കരുതേ, ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, നീ തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. സഹോദരന്മാരെ, പ്രാർത്ഥന എന്തുകൊണ്ട് നമ്മൾ ഓരോരുത്തരും നിർബന്ധമായിട്ടത് പഠിച്ച് ദിവസം നമ്മൾ പ്രാർത്ഥിക്കാൻ ശ്രമിക്കണം. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ് ദിവസം രാത്രി നല്ല സുഖമായിട്ട് കിടന്നുറങ്ങണം. ആരും തന്നെ ആഗ്രഹിക്കുന്നില്ല ഉറക്കം നഷ്ടപ്പെട്ട് ഒരുപാട് മാനസിക ബുദ്ധിമുട്ട് വിഭ്രാന്തിയിൽ ജീവിച്ചുകൊണ്ടേയിരിക്കണം. നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നമ്മളൊക്കെ കിടന്നാൽ നമ്മൾ പ്രാർത്ഥന ചൊല്ലിയിട്ട് പെട്ടെന്ന് ഉറക്കം വരണം, രാവിലെ നല്ല ഭംഗിയായിട്ട് എഴുന്നേൽക്കണം. ഇതേപോലെ ആകാൻ പോണ സഹോദരന്മാരെ, നമ്മുടെ മരണത്തിന് ശേഷം ഖബറിലും പോയിട്ട് നമുക്ക് നല്ല സ്വസ്ഥമായ നല്ലൊരു ഉറക്കുണ്ടാവണം ബർസഖിയായ ലോകത്ത്. അങ്ങനെ നല്ല സമാധാനമുള്ള ഉറക്കുണ്ടാവുമ്പോൾ എന്താ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ, നാളെ പരലോകത്ത് എഴുന്നേൽക്കുമ്പോൾ നല്ലൊരു അനുഭൂതിയായിരിക്കും. നേരെ മറിച്ചോ, നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് വേണ്ടാത്ത വിചാരങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ഉറക്കം ഭൂമിയിലും കിട്ടില്ല, മരണപ്പെട്ട ശേഷം ഖബറിലും കിട്ടില്ല. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിലേക്ക് എപ്പോഴും ആഴത്തിലൊന്ന് ചിന്തിച്ച് നോക്കൂ സഹോദരന്മാരെ. നമ്മുടെയൊക്കെ ഹൃദയത്തിൽ അനാവശ്യമായ ഒരുതരം വിദ്വേഷം, ആരോടെങ്കിലും വെറുപ്പ്, അസൂയയൊക്കെ ഉണ്ടോ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് വിചിന്തനം ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരിക്കലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സഹാബാക്കൾക്ക് ഒരു വ്യക്തിയെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞത്, ഈ മനുഷ്യൻ സ്വർഗത്തിലേക്കാണ്. സഹാബാക്കളൊക്കെ ഈ മനുഷ്യന്റെ ജീവിതം മുഴുവനും നോക്കി. ഒരു സഹാബി വ്യക്തിയുടെ കൂടെ വീട്ടിൽ പോയി താമസിച്ചു. ഒരു വ്യത്യാസവും കണ്ടില്ല. അത് എല്ലാവരും ചെയ്യുന്ന പോലെ കൃത്യമായി 5 നമസ്കരിക്കാറുണ്ട്, തഹജ്ജുദ് നമസ്കരിക്കാറുണ്ട്. പിന്നെ എന്തുകൊണ്ട് നബി പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാല്, എനിക്ക് ആരോടും വിദ്വേഷമില്ല. എന്നെ ആരെങ്കിലും വെറുപ്പിച്ചിട്ടുണ്ട് ഞാൻ അപ്പോൾ തന്നെ പുറത്തു കൊടുക്കും. ഞാൻ ആരെങ്കിലും എന്തെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഇന്ന് തന്നെ അവരോട് പോയിട്ട് മാപ്പ് അപേക്ഷിക്കും, എന്നിട്ട് ഞാൻ ഇന്ന് കിടന്നുറങ്ങുള്ളൂ. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിലേക്ക് നല്ലോണം നോക്ക് സഹോദരന്മാരെ. ഒരുപാട് വിദ്വേഷം വെച്ച് ജീവിക്കുന്നവരാണ് നമ്മൾ പലരും. ഒരുപാട് പേരോട് അസൂയ വെച്ച് ജീവിക്കുകയാണ്. യഥാർത്ഥത്തിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, അസൂയ കൊണ്ട് യഥാർത്ഥത്തിൽ നശിക്കാൻ പോകുന്നത് നമ്മൾ തന്നെയാണ്. ഒരു വിറകിനെ എങ്ങനെയാണ് തീ കത്തി നശിപ്പിക്കുന്നത്, അതേപോലെ അസൂയ പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതം നശിപ്പിക്കും. നമ്മൾ ഏതെങ്കിലും ഒരു മനുഷ്യനോട് അസൂയയിൽ നിന്ന് നിമിത്തം ഉണ്ടാവുന്നതാണ് വിദ്വേഷം, വെറുപ്പ്. ഈ വിദ്വേഷം, അസൂയ കൊണ്ട് ജീവിക്കുമ്പോൾ ഏറ്റവും ആദ്യം അതിൽ അപകടപ്പെടുന്നത് നമ്മുടെ സ്വന്തം ശരീരമാണ് സഹോദരന്മാരെ. ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മളെ ഹൃദയമിടിപ്പ് കൂടും, ഹാർട്ട് റേറ്റ് വല്ലാതെ കൂടും, BP അനാവശ്യമായിട്ട് കൂടും. അങ്ങനെ ഏതെങ്കിലും ഒരു നിമിഷം BP വെറുതെ കൂടിയിട്ട് പെട്ടെന്നൊരു ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക് അടിച്ച് അങ്ങ് കിടപ്പിലായി പോവും. ഉറപ്പാണ്. അപ്പൊ നമ്മുടെ ഹൃദയത്തിൽ ഒരിക്കലും ആരോടൊരു വിദ്വേഷം ഉണ്ടാവരുത്, അസൂയ ഉണ്ടാവരുത്. പ്രാർത്ഥിക്കണം, എപ്പോഴും പ്രാർത്ഥിക്കണം സഹോദരന്മാരെ. ഇത് നമ്മൾക്ക് ആരോടെങ്കിലും വെറുപ്പുണ്ടോ ഇല്ലേ എന്ന് നമ്മൾക്ക് തിരിച്ചറിയാൻ കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കാം. നമ്മൾ ഏതെങ്കിലും ഒരു മനുഷ്യനെ അറിഞ്ഞും കൊണ്ട് ദ്രോഹിക്കാൻ ശ്രമിക്കുന്നുണ്ടോ സഹോദരന്മാരെ? അറിഞ്ഞും കൊണ്ട് കരുതി കൂട്ടിയിട്ട് ഈ മനുഷ്യനെ നശിപ്പിക്കണം, ഇങ്ങനെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഒരുപാട് അദ്ദേഹത്തിനോട് വെറുപ്പുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ. നമ്മൾ ആർക്കെങ്കിലും അള്ളാഹു ഏക ദൈവമുണ്ടോ ഇല്ലേ എന്ന് സംശയം ഉണ്ടെങ്കിലേ
നിങ്ങളൊന്ന് ചുറ്റുപാട് നോക്കിയാൽ മതി. ഏതെങ്കിലും ഒരു മനുഷ്യനെ അന്യായമായി അനീതിയായിട്ട് ഒരാളെ ദ്രോഹിച്ചാല് ഈ ആരാണോ ദ്രോഹിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനെ നിന്ദ്യരാക്കും. നിങ്ങൾ ആരെയാണോ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നത് അവർക്കുള്ള ഒരുപാട് ഇസ്സത്ത് വർദ്ധിപ്പിക്കും. സഹോദരന്മാരെ, നിങ്ങളെ ജീവിതത്തിൽ നോക്കിക്കോ. നിങ്ങൾ ആരെങ്കിലും കരുതി കൂട്ടി ഒരാളെ താഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുന്നു, അടിച്ചാക്ഷേപിക്കാൻ ശ്രമിക്കുന്നു, ബുദ്ധിമുട്ടിക്കാൻ ശ്രമിക്കുന്നു, എന്ത് സംഭവിക്കും? നമ്മൾ തന്നെ അള്ളാഹു നിന്ദ്യരാക്കി ജനങ്ങളുടെ ഇടയിൽ നിന്ദ്യരാക്കും. സഹോദരന്മാരെ, ഫിറഔൻ അങ്ങനെ തന്നെ നിന്ദ്യരാക്കിയിട്ടുണ്ട്. അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പദവികൾ ഉയർത്തിയേ ചെയ്യുള്ളൂ, ഇസ്സത്ത് വർദ്ധിപ്പിക്കുകയേ ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ ആരെങ്കിലും ദ്രോഹിക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ഇനി നമ്മൾ ആർക്കെങ്കിലും വേണ്ടാത്തത് മോശം വരണേ എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അവരുടെ ഹൃദയത്തിൽ അവരോട് നമുക്ക് വിദ്വേഷമുണ്ട്. ഇയാള് നശിച്ചു പോട്ടെ, അയാൾക്ക് ക്യാൻസർ വരട്ടെ, അയാളെ മക്കൾ ഒരിക്കലും ഗുണം പിടിക്കാതാവട്ടെ. ഇങ്ങനെയൊക്കെ നമ്മുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ഒരു അണുമോണി തൂക്കം അങ്ങനത്തെ വികാരം ഉണ്ടെങ്കിൽ അവരോടുള്ള വിദ്വേഷമുണ്ട്. ഈ വിദ്വേഷം വെച്ച് നിങ്ങൾ എത്ര നമസ്കരിച്ചോ, എത്ര വലിയ താടിയായിക്കോ, നെറ്റിന്റെ മുകളിൽ തയമ്പായിക്കോ, കറുത്ത പർദ്ദ ധരിച്ചോ, ഗുണം ചെയ്യില്ല. ഈ ഹൃദയം കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല, സ്വർഗത്തിലേക്ക് കടക്കാൻ പറ്റില്ല. ഇനി നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇനി നമ്മൾക്കൊന്നും ഇങ്ങനത്തെ വികാരം ഉണ്ടാവില്ലായിരിക്കാം. നമ്മൾ ചിന്തിച്ചു നോക്ക്, നമ്മൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തി, അസൂയ വിദ്വേഷം വെച്ച് വെക്കുന്ന വ്യക്തിക്ക് എന്തെങ്കിലും അനിഷ്ടകമായ സംഭവം വരുമ്പോൾ, അവർക്ക് എന്തെങ്കിലും തിന്മ ബാധിക്കുമ്പോൾ, അവർക്ക് എന്തെങ്കിലും ആപത്ത് ബാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തില് സന്തോഷം തോന്നാറുണ്ടോ സഹോദരന്മാരെ? അവന് കിട്ടേണ്ടതാ, അവന്റെ യഥാർത്ഥത്തിൽ കിട്ടേണ്ടതാ. ഈ ഒരു വികാരം എന്റെ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അള്ളാഹുവാണ് സത്യമായി ഹൃദയം സംസ്കരിക്കപ്പെട്ടിട്ടില്ല. ഇനി നമ്മൾ ചിന്തിച്ചു നോക്ക്, നമ്മൾക്ക് മറ്റു മനുഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടോ, ദ്രോഹിച്ചിട്ടുണ്ടോ, പക്ഷെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ സഹോദരന്മാരെ? പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നല്ലോണം കരുതിക്കോളൂ, ചെറിയ മണി തൂക്കം ആ മനുഷ്യനോട് എവിടോ ഒരു അസൂയുണ്ട്, വിദ്വേഷമുണ്ട്. ഒന്ന് ആത്മാർത്ഥമായിട്ട് നമ്മളിലേക്ക് തന്നെ നോക്കുക സഹോദരന്മാരെ. ആരോടൊരു വിദ്വേഷം, ഒരു വെറുപ്പും, ഒരു അസൂയ ഒന്നും തന്നെ ഉണ്ടാകരുത്. നമ്മൾ ഏറ്റവും ആദ്യം നമ്മുടെ കുടുംബ ജീവിതത്തില് മിക്കവാറും ഏറ്റവും ആദ്യം അസൂയ കാണാൻ പോകുന്നത് സ്വന്തം കുടുംബത്തിലാണ്. അത് തന്നെ ജ്യേഷ്ഠൻ അനുജന്മാര്, അനുജത്തി ജ്യേഷ്ഠത്തിമാര്, ഇവരുടെ ഇടയിലാണ് ഏറ്റവും ആദ്യം അസൂയ കാണാൻ പോകുന്നത്. അതാണ് ഹാബിലും കാബിലും തമ്മിൽ. കാബിലിന് ഹാബിലോട് അസൂയ വന്നത്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മറ്റു ജ്യേഷ്ഠന്മാർക്ക് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അസൂയ വന്നത് അതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ്? എപ്പോഴും ഒരുമിച്ച് ജീവിക്കുന്നവർക്ക് ഒരു ജ്യേഷ്ഠനല്ല അനുജന് നല്ല സമാധാനത്തിൽ ജീവിക്കുന്നു, സ്വസ്ഥമായി ജീവിക്കുന്നു, നല്ല മക്കൾക്കൊക്കെ ഡിഗ്രികൾ കിട്ടുന്നു, സ്വാഭാവികമായിട്ട് മറ്റുള്ളവർക്ക് അസൂയ വരാൻ സാധ്യതയുണ്ട് സഹോദരന്മാര്. നമ്മൾ ആർക്കും തന്നെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിനോട് ആർക്കും അസൂയ വിദ്വേഷം ഒന്നുമില്ല. ഭാരതത്തിന് പ്രധാനമന്ത്രി, നമ്മുടെ മുഖ്യമന്ത്രി, ആരോടും തന്നെ നമുക്കൊരു അസൂയ വിദ്വേഷം ഒന്നുമില്ല, ഒരിക്കലും ഉണ്ടാവുകയും ചെയ്യില്ല. ഇനിയിപ്പോ നമ്മൾ റോട്ടിലോട്ട് നടക്കുന്ന ഏതോ ഒരു മനുഷ്യൻ, അവരോട് ആർക്കെങ്കിലും അസൂയ വിദ്വേഷം ഉണ്ടാവും? ഇല്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഉണ്ടാകാൻ പോകുന്നത് സ്വന്തം കുടുംബത്തിലാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇനി വേറൊരു കുടുംബത്തിലേക്ക് ഉണ്ടാകാൻ പോകുന്ന വേറൊരു കാരണം എന്താ വെച്ചാല്, നമ്മൾ വെറുതെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിക്കും. നമ്മൾ വെറുതെ ചിന്തിക്കും, ഈ മനുഷ്യൻ എന്നെ പറ്റി ഇങ്ങനെ എന്തൊക്കെയോ ചിന്തിക്കുന്നുണ്ട്, എന്റെ ജ്യേഷ്ഠൻ അനുജന്മാര് എന്നെ പറ്റി എന്തോ പദ്ധതികൾ എടുക്കുന്നുണ്ട്, എന്നെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് നടുവിൽ ചിലപ്പോൾ കാരണക്കാരൻ മറ്റു വേറെ ആയിരിക്കും. ചിലപ്പം സ്വന്തം ഉമ്മേനായിരിക്കും. സ്വന്തം ഉമ്മ പറയുക, പെങ്ങള് നിന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഇത് നമ്മൾ പെങ്ങൾ ചിലപ്പോൾ ഒന്നും ഉദ്ദേശിച്ചിട്ടുണ്ടാവില്ല. പെങ്ങൾ ചിലപ്പോൾ നല്ല സാഹചര്യത്തിൽ നല്ല ഉദ്ദേശത്തോട് പറഞ്ഞതാണ്. അത് പക്ഷെ രണ്ടാമത്തെ ആള് ഈ മൂന്നാമത്തെ ആൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന്റെ മുഖഭാവം മാറി, അതിന്റെ എല്ലാം മാറി. അപ്പൊ അനാവശ്യമായിട്ട് എന്ത് സംഭവിക്കുന്നു? ഈ ആങ്ങളക്കും പെങ്ങളെയും ഇടയിൽ ഒരുപാട് വെറുപ്പ് സ്വാഭാവികമായിട്ട് വളർന്നു വരുന്നു. ഇത് കുടുംബത്തിലൊക്കെ പലപ്പോഴും കാണുന്ന സഹോദരന്മാരെ, ഒരു മനുഷ്യൻ മറ്റേ മനുഷ്യനെ പറ്റി വെറുതെ ഇന്നത് കാര്യം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ പ്രചരിപ്പിക്കും. അപ്പൊ അനാവശ്യമായ വിദ്വേഷം വരും. അല്ലാഹുവേ, നമ്മൾ എപ്പോഴും ഒന്ന് ചിന്തിക്കും സഹോദരന്മാരെ, ആരോടൊരു വിദ്വേഷം അസൂയ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഇനി രണ്ടാമത്തെ, നമ്മൾ സംഘടനയിലേക്ക് ഇറങ്ങിയാല്, അല്ലാഹുവേ, പണ്ട് കാലത്തൊക്കെ ഒരുപാട് സീഡികൾ കേൾക്കുന്ന വ്യക്തിയാണ്. ഞാൻ ആലോചിക്കുകയാണ്, ഒരിക്കലും പോലും ഞാൻ കാണാത്തൊരു പണ്ഡിതന്മാരെ പോലും ഒരുപാട് വേണ്ടാത്ത വികാരം, വെറുപ്പൊക്കെ ചില പ്രാസംഗികന്മാരുടെ പ്രസംഗം കേട്ടിട്ട് വന്നു പോയിട്ടുണ്ട് സഹോദരന്മാരെ. അസ്തഗ്ഫിറുല്ലാ. ആ മനുഷ്യനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടാവില്ല, നേരിട്ടൊരു ബന്ധം ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെ എന്നിട്ട് പോലും ഈ പ്രാസംഗികന്മാര് വല്ലാതെ മറ്റു സംഘടനേന്റെ, അതായത് ഇന്നലെ വരെ ചിലപ്പോൾ സ്വന്തം സംഘടനയിലായിരിക്കും, ഇന്ന് എന്തോ അത് പിളർന്നിട്ട് മറ്റേ സംഘടനയിലായി. അപ്പം ആ പണ്ഡിതനെ ഇങ്ങനെ അടിച്ചാക്ഷേപിച്ചിട്ട് ഇങ്ങനെ വെറുപ്പ് നമ്മുടെ ഹൃദയത്തിലേക്ക് കയറ്റും. പിന്നെ എന്ത് സംഭവിക്കുന്നു? മറ്റു പണ്ഡിതന്റെ നന്മകൾ പോലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ആ വിധത്തിലായി. ഞാൻ ആ മനുഷ്യന്റെ പ്രസംഗം ഒരിക്കലും കേൾക്കാതെ പോയി.
എന്തൊരു ലോകമാണ് സഹോദരന്മാരെ. അങ്ങനെ ഞാൻ ഒരുപാട് ഈ പലരുടെയും ഒരുപാട് പേരുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കൽ നിർത്തി. എന്തുകൊണ്ടാ? നമ്മുടെ ഹൃദയത്തിന്റെ സംസ്കരണമല്ലേ നമ്മൾ നടത്തേണ്ട സഹോദരന്മാരെ. അതല്ലാതെ മറ്റുള്ളവരെ പറ്റി ചിന്തിച്ചിട്ട് അവരോട് വെറുപ്പും വിദ്വേഷവും അസൂയൊക്കെ ഉണ്ടായിട്ട് എന്ത് കാര്യം? എനിക്ക് ഖബറിൽ പോയിട്ട് എന്ത് കാര്യമാണുള്ളത്? എല്ലാവരും സ്നേഹിക്കുക, എല്ലാവർക്കും നല്ലത് വരണേ, എല്ലാവർക്കും സ്വർഗം കിട്ടണേ എന്ന് അതിയായ ആഗ്രഹം ഗുണകാംക്ഷ വെച്ച് ജീവിച്ചു നോക്കൂ സഹോദരന്മാരെ. ഹൃദയം മലിനമാകും, ഹൃദയം സോഫ്റ്റ് ആകും. ഒന്ന് മാറി സഹോദരന്മാർ. ഇതൊക്കെ പലപ്പോഴും പറയുമ്പോൾ ഒരു മനുഷ്യൻ പറഞ്ഞു, ഡോക്ടർ ശരിയാണ്, ഒരാളുടെ പേരെടുത്ത് സംഘടനയുടെ പേരെടുത്ത് ഒന്നും കുറ്റം പറയില്ല, പക്ഷെ മൊത്തം സംഘടന തന്നെ ഡോക്ടർ കുറ്റപ്പെടുത്തണം. ഞാൻ അള്ളാഹു കൊണ്ട സത്യം, ഒരു സംഘടന എതിരോ കുറ്റപ്പെടുത്തോ ഒന്നുമല്ല. സംഘടനകൾ കൊണ്ട് ഇസ്ലാമിന് ഒരുപാട് ഗുണമുണ്ടായിട്ടുണ്ട്. ഒരുപാട് സ്ഥാപനങ്ങൾ, ഒരുപാട് പള്ളികൾ, ഒരുപാട് ചാനലുകൾ എല്ലാം ഉണ്ടായിട്ടുണ്ടെന്ന് സത്യമാണ്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. മറിച്ച് വ്യക്തി സംസ്കരണം നടത്തിയിട്ടുണ്ടോ എന്ന് ചിന്തിക്കുക. മുസ്ലിങ്ങളുടെ സംഘടനയിലൂടെ വ്യക്തി സംസ്കരണം, ഞാൻ എൻ്റെ വ്യക്തി സംസ്കരണം നടത്തിയോ? ഞാൻ ഖുർആൻ ഒരിക്കൽ തുടക്കം തൊട്ട് അവസാനം വരെ വായിച്ചുവോ? ഞാൻ തഹജ്ജുദിൽ പൊട്ടിക്കരയുന്നുണ്ടോ? 5 ജമാഅത്ത് കൃത്യമായി എനിക്ക് നിസ്കരിക്കാൻ പറ്റുന്നുണ്ടോ? പരീക്ഷയിൽ നിന്ന് വിട്ടു നിൽക്കുന്നുണ്ടോ? ഖുർആനിന്റെ ആയത്ത് ഓതിയിട്ട് ഞാൻ പൊട്ടിക്കരനോ? ഒന്ന് ചിന്തിക്കുക സഹോദരന്മാരെ, ഒന്ന് ചിന്തിക്കുക. നമ്മൾ ആരോടൊരു വിദ്വേഷം അസൂയ ഒന്നും വെക്കരുത് സഹോദരന്മാരെ. ഇനി സമൂഹത്തിലേക്ക് ഇറങ്ങിയാൽ അള്ളാഹുവേ എന്തൊരു ലോകമാണ്! ഏറ്റവും വൃത്തികെട്ടൊരു ലോകമാണ്, മീഡിയയിലൂടെയാണ്. ഫേസ്ബുക്ക് പറഞ്ഞൊരു സാധനം ഉണ്ട് സഹോദരന്മാരെ. ഇന്ന് ഒരുപാട് പേര് സുഹൃത്തുക്കളൊക്കെ ഇല്ലാത്ത വൃത്തികെട്ട സമയം ഇതിനെ മുന്നിൽ ചെലവഴിച്ചിട്ട് എന്താ സംസാരിക്കുന്ന അറിയോ? ഒരാദർശമല്ല സംസാരിക്കുന്നത്, ആശയമല്ല സംസാരിക്കുന്നത്, മറിച്ച് മനുഷ്യന്മാരെ പറ്റി ഒരുപാട് കുത്തി പഴുപ്പ് കയറ്റുന്ന പോലെ ഇങ്ങനെ ഉണ്ടല്ലോ, ഓരോരുത്തരുടെ പറ്റി ഇങ്ങനെ മറ്റുള്ളവരുടെ ഹൃദയത്തിലേക്ക് കയറും. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നിങ്ങൾ ഈ കേൾക്കുന്ന ശബ്ദം ആര് ഫേസ്ബുക്കിന്റെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്നത്, അപ്ഡേറ്റ് ചെയ്യുന്ന ആളാണ്. നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങളുടെ ഹൃദയത്തിൽ ഏതൊക്കെയോ മനുഷ്യന്മാരെ പറ്റി, ജീവിതത്തിൽ ഇന്നേ വരെ കാണാത്തത്, നിങ്ങളെ വീട്ടിൽ വന്ന് പൈസ മോഷ്ടിക്കാത്ത ഒരു വ്യക്തി, നിങ്ങളുടെ മക്കളെ തട്ടിക്കൊണ്ടുപോയിട്ടില്ല, നിങ്ങളെ വെടിവെച്ച് കൊന്നിട്ടില്ല, നിങ്ങളെ കത്തിയെടുത്ത് കുത്തിയിട്ടില്ല, നിങ്ങളെ പറ്റി ഒരിക്കലും പോലും സംസാരിച്ചിട്ടില്ല, നിങ്ങളെ വ്യക്തിഹത്യ ചെയ്തിട്ടില്ല, എന്നിട്ട് പോലും ഏതോ ഒരു മനുഷ്യനെ പറ്റി നിങ്ങൾ കാണാത്തത്, ഒരിക്കലും പോലും കാണാത്തത്, അതിന് കാണാൻ സാധ്യതയുമില്ലാത്ത ഏതോ ഒരു മനുഷ്യനെ പറ്റി നിങ്ങൾ ഇങ്ങനെ ഒരുപാട് അഭിപ്രായം പറയാ. എന്നിട്ട് അഭിപ്രായം നിങ്ങൾ തന്നെ നിങ്ങളുടെ വൃത്തികെട്ട ഹൃദയം കൊണ്ട് നിങ്ങൾ അതിനൊരു കൺക്ലൂഷൻസ് എത്തി, ആ മനുഷ്യനെ പറ്റി ഒരു തീരുമാനം എത്തി, നിങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. എന്തൊരു അപകടമാണ് സഹോദരന്മാർ ഇന്ന് ജീവിതത്തിൽ വലിയ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ദുഷിച്ച ഒരു മീഡിയയിലോട് അനുഭവിക്കുന്ന ഫിത്ന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയെ സഹോദരന്മാർ, ഞാൻ യഥാർത്ഥത്തിൽ ആരോടൊരു വെറുപ്പുമില്ല. പക്ഷെ എന്നെ ഒരുപാട് പേര് ശത്രുക്കളായിട്ട് കാണുന്നു. അസ്തഗ്ഫിറുല്ലാ, എന്തിനു വേണ്ടിയിട്ട് എനിക്ക് ഒരിക്കലും അറിയില്ല. ഞാൻ ഒരു മീറ്റിങ്ങിനും പങ്കെടുക്കാറില്ല, എവിടെയും പോകാറില്ല. ഞാൻ എൻ്റെ വീട്, എൻ്റെ പള്ളി ജമാഅത്തിന് പോകുന്നു, കോളേജിൽ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്നു മാത്രം. ഒരുപാട് പേർക്ക് ഇത് ഒരു മതമൗലികവാദിയാണോ, തീവ്രതയാണോ? അല്ലാഹുവേ അസ്തഗ്ഫിറുല്ലാ ഒരുപാടുണ്ട്. അതിന്റെ പിന്നാലെ ചർച്ച ചെയ്യാം. സഹോദരന്മാരെ, ഞാൻ ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മൾക്കൊരു സൃഷ്ടാവ് ഉണ്ടെന്ന് മാത്രം നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. അത് നിങ്ങൾ ഉറപ്പാണ്. മരിക്കുമ്പോൾ നിങ്ങൾക്കത് ബോധ്യപ്പെടും. മരിക്കുമ്പോൾ ഫിർഔന് പോലും ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ തന്നെ ഒന്ന് ഓർമ്മിപ്പിക്കുന്നേ ഉള്ളൂ. നമ്മളെല്ലാവരും മരിക്കും. ഇതൊരു ഉറപ്പാണ്. അത് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. മരണത്തോട് ജീവിതം അവസാനിക്കുന്നില്ല. അങ്ങനെ അവസാനിക്കുകയാണെങ്കിൽ ഈ ദുനിയാവിന്റെ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത്? നന്മ തിന്മകൾക്ക് എന്തിനർത്ഥമാണുള്ളത്? എന്തിനു വേണ്ടി നന്മ ചെയ്യണം, എന്തിനു വേണ്ടി തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കണം എന്ന് സ്വാഭാവികമായ ചോദ്യം. അപ്പോൾ ഇതിനു ശേഷം ഒരു ജീവിതമുണ്ട്. അവിടെ പരലോകത്ത് എൻ്റെ സൃഷ്ടാവിനെ മുന്നിൽ എനിക്ക് കൃത്യമായിട്ട് കണക്കുകൾ ബോധ്യപ്പെടുത്തണം. നമ്മളൊക്കെ ഒറ്റ സഹോദരങ്ങളാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളാണ് ഞാനും നിങ്ങളും. ഇവിടുത്തെ എല്ലാവരും, രമേശനും ജോസഫും മുഹമ്മദും എല്ലാവരും തന്നെ ഒരൊറ്റ സഹോദരങ്ങളാണ്. ഇതിലെവിടെയാണ് സഹോദരന്മാര് വർഗീയത എന്നുള്ളത്? നമ്മൾക്ക് എല്ലാവർക്കും, നിങ്ങൾക്കും എനിക്കും, നമുക്കൊക്കെ സമാധാനത്തിൽ ജീവിക്കണം. എല്ലാവരും സമാധാനത്തിൽ ജീവിക്കണം. നമുക്കറിയാം, എല്ലാ മതങ്ങളും പ്രചരിപ്പിക്കുന്നത് സമാധാനത്തിൽ ജീവിക്കണം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷം വെക്കാൻ ഒരു മതം പറയുന്നില്ല. ഞാൻ എല്ലാവരോടും, കുട്ടികളോടൊക്കെ എപ്പോഴും പറയാറുള്ളത്, നിങ്ങൾ ആത്മാർത്ഥമായി പഠിച്ച് പാവങ്ങൾക്ക് ജീവിതം മാറ്റിവെക്കുക. നിങ്ങൾ രാഷ്ട്രത്തിനെ സേവിക്കുക. നിങ്ങൾ സർക്കാർ സേവനത്തിൽ കയറിയിട്ട് ജനങ്ങളെ സേവിക്കുക എന്നാണ് പറയുന്നത്. ഇതൊക്കെ വളരെ ലളിതമായ സത്യം പറഞ്ഞിട്ട് പോലും പലർക്കും എന്തൊക്കെയോ തെറ്റിദ്ധാരണയിൽ മുകളിൽ പലരും കുത്തി വിഷം കയറ്റിയിരിക്കുക സഹോദരന്മാരെ. എന്നിട്ട് അനാവശ്യമായ വെറുപ്പ് കൊണ്ട് ജീവിക്കുക. അള്ളാഹു ഒന്ന് സഹോദരന്മാരെ, നമ്മളെപ്പോഴും ഹൃദയത്തിലേക്ക് നോക്കുക. നമ്മൾക്ക് ആരോടെങ്കിലും വെറുപ്പുണ്ടോ എന്ന് നമ്മൾ മനസ്സിൽ എന്താ ചെയ്യേണ്ടത്? ഒന്ന്, അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക.
പറ്റുണ്ടോ നോക്ക് സഹോദരന്മാരെ. ഹൃദയം പൊട്ടിയിട്ട് എൻ്റെ ശത്രുവിന് വേണ്ടിയിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച് സഹോദരന്മാരെ. അബൂജഹലോ അല്ലെ ഉമർ റളിയല്ലാഹു അൻഹു അവർക്കൊരു ഹിദായത്ത് ഇട്ട് കൊടുത്ത് ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച്. ഇതിലൊക്കെ നമുക്കൊരു മാതൃക വേണ്ടേ? അപ്പൊ നമ്മുടെ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും എനിക്ക് അവരോട് ഒരു വിദ്വേഷമില്ല. എപ്പോഴും ആത്മാർത്ഥമായി നിഷ്കളങ്കമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റണം. അല്ലാഹുവേ, എൻ്റെ ശത്രു എനിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ട് ചെയ്തിട്ടുണ്ടോ അല്ലാഹു നീ പുറത്തു കൊടുക്ക് റബ്ബേ, പുറത്തു കൊടുക്ക് റഹ്മാനെ റബ്ബേ. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ അല്ലാഹ് ഒരുപാട് സമാധാനം ഇട്ട് കൊടുക്ക് റഹ്മാനെ റബ്ബേ. അദ്ദേഹത്തിന് നീ ഹിദായത്ത് ഇട്ട് കൊടുക്ക് റഹ്മാനെ റബ്ബേ. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ എല്ലാ ഹൈറും ബർക്കത്തും ഇട്ട് കൊടുക്ക് റഹ്മാനെ റബ്ബേ. അദ്ദേഹത്തിന് ദീർഘായുസ്സും എല്ലാവിധ സമാധാനം, സന്തോഷം, സംതൃപ്തിയും ഇട്ട് കൊടുക്ക്. അവരെ പാപങ്ങളെല്ലാം പുറത്തു കൊടുക്ക് റഹ്മാനെ റബ്ബേ എന്ന് എനിക്ക് എൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുന്നുവോ, അന്ന് മാത്രമേ സഹോദരന്മാരെ എനിക്ക് നിങ്ങൾക്കും പൂർണ്ണമായിട്ട് പറയാൻ പറ്റുള്ളൂ, എൻ്റെ ഹൃദയത്തിൽ ഒരു അണുമണി തൂക്കം പോലും ഒരു വിധത്തിലെ അസൂയം, ഒരു വിധത്തിലെ വിദ്വേഷം ആരോടും ഇല്ല. അള്ളാഹുവാണ് സത്യം. എനിക്ക് സമാധാനത്തിൽ ജീവിക്കണം. നിങ്ങൾ ഓരോരുത്തർക്കും നല്ല സമാധാനം, സന്തോഷം, സംതൃപ്തിയോടെ ഭൂമിയിൽ ജീവിച്ചിട്ട് നമ്മൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് നാളെ പരലോകത്ത് സ്വർഗത്തിലേക്ക് പോകണമെന്നൊറ്റ നിയത്ത് മാത്രമേ ഉള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെ ഹൃദയത്തിൽ നിന്ന് എല്ലാവിധ വേണ്ടാത്ത വികാരങ്ങൾ തൊട്ട് അസൂയ, വെറുപ്പ്, വിദ്വേഷം ഇതിൽ നിന്നൊക്കെ മാറ്റിയിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് സ്നേഹിക്കാനും ഒരുപാട് ബഹുമാനിക്കാനും ഒരുപാട് ഗുണകാംക്ഷയോടെ പരസ്പരം എല്ലാവർക്കും നല്ലത് വരണേ എന്നുള്ള ആഗ്രഹം, എല്ലാവർക്കും നല്ലത് മാത്രമേ വരാൻ പാടുള്ളൂ. നാളെ നമ്മളെല്ലാവരെയും കുടുംബസമേതം പരലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ. ആമീൻ 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 യാ അർഹമുർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.